ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ച് എയർ ഫിൽറ്റർ പ്ലഗ് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലയിൽ വേറെ ക്ലച്ചിൻ്റെ ഉള്ളിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണാനില്ല കേട്ടോ. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ് ഡ്രൈവ് യൂണിറ്റ് വേറെ കുഴപ്പം കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സ് യൂണിറ്റ് ആയാലും നിലയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ബെൽറ്റ് ചെക്ക് ചെയ്ത് നോക്കുള്ളൂ. ബെൽറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പം കാണിക്കുന്നില്ല. ഈ ഓരോ ലെയർ കൂടി ചെറിയ ചെറിയ സ്ക്രാച്ച് വീണിട്ടുണ്ട്. പക്ഷേ അടുത്ത സർവീസ് വരെ ഓടുക. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സർവീസ് ഇത് 3000 കിലോമീറ്ററിലാണ്, അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് സർവീസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പം വരണ്ട. അടുത്ത തവണത്തെ സർവീസിലും ഇതുപോലെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യും. അപ്പോൾ കൂടുതൽ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മാറ്റാൻ മതി കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. അതുപോലെ ബാക്കിൻ്റെ ഈ സൈഡിൽ കൂടെ ഈ ഒരു ബോട്ടിൻ്റെ സൈഡിൽ കൂടെ ഒരു ഓയിൽ നനവൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ബോട്ടിൻ്റെ 2 ഗിയർ ബോക്സിൻ്റെ ആ ബോൾട്ടാണത്. ആ ബോട്ടിൻ്റെ 2 വാഷൊന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക. അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്രേക്കിൻ്റെ കേബിളും ബാക്കിലെ ബ്രേക്സും മാറ്റണം. ആ ബ്രേക്കും ബാക്കിലെ ബ്രേക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചുകൊണ്ടാണ് ബാക്ക് വീൽ അയച്ചത്. അപ്പോൾ അത് ബ്രേക്സ് നമുക്ക് എന്തായാലും മാറ്റാറായിട്ടുണ്ട്. മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ ബ്രേക്കിൻ്റെ കേബിളിൻ്റെ ഔട്ടറും വെഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിളും ബ്രേക്സും നമുക്ക് മാറ്റണം. അതുപോലെ ക്ലച്ചിൻ്റെ ഉള്ളിൽ ഈ ഒരു ഓയിൽ സീലിന് അത്യാവശ്യം ലീക്ക് കാണിക്കുന്നുണ്ടാണ്. ആ ലീക്ക് വന്നിട്ട് ഒഴിഞ്ഞ ഓയിലാണിത്. അപ്പോൾ ആ ഓയിൽ സീലൊന്ന് കയ്യോടെ നമുക്ക് മാറ്റിയിടാം. നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ അത്യാവശ്യം ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്കത് മാറ്റാറായിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാറ്റണം. അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗും എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് മാറ്റിയിടണം കേട്ടോ. പിന്നെ അതുപോലെ ഈ ഹെഡിൻ്റെ ഈ ഭാഗത്ത് കവറിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ കൈയോടെ നമുക്ക് ആ കവറിൻ്റെ ഗ്യാസ്കറ്റ് കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിനെ ഉപയോഗിക്കാം. നമുക്ക് ഫ്രണ്ടിലെ ബ്രേക്സ് നമുക്ക് മാറ്റാറായിട്ടുണ്ട്. അത് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റാണ്. മാറ്റുമ്പോൾ 2 ബ്രേക്സ് നമുക്ക് മാറ്റാറായി. ബാക്കിലും ഫ്രണ്ടിലും ബ്രേക്സ് നമുക്കത് മാറ്റാറായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഷോക്കപ്പിൻ്റെ ഈ ബുഷിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. 2 ബുഷിൻ്റെ ഷോക്കപ്പിൻ്റെ 2 ബുഷും മാറ്റിയിടാം. അതുപോലെ ലിങ്ക് ബുഷൊന്നും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത് നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലെ ടയറായാലും വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കില്ല. നമുക്ക് അതിന് ഉപയോഗിക്കാം. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് ആംറോണിൻ്റെ 2021 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. എന്നാൽ പോലും നമുക്ക് ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.7 മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റും. ആ റെഡ് ലൈറ്റാണ് കത്തിയിരിക്കുന്നത്. ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സെൽഫിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ബാറ്ററി മാറ്റി തന്നാൽ മതി. അപ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ബാറ്ററിന് വേണ്ടി ഒന്നും ചെയ്യൊന്നും വേണ്ട. കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ കംപ്ലൈൻറ്റ് കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ അത്യാവശ്യം ലെവലും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് എഞ്ചിൻ ഓയിൽ കൂടി ഒന്ന് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. ചാവി ഓണാക്കുമ്പോൾ തന്നെ ഈ ബാക്കിലെ ടൈലറ്റിൻ്റെ ബൾബ് ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോകും. അപ്പോൾ ഈ ബ്രേക്കിൻ്റെ ഏതൊരു സ്വിച്ചോ ഒന്നല്ലെങ്കിൽ റൈറ്റോ ലെഫ്റ്റോ ഉള്ള സ്വിച്ച് ലോഡായി കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് അയച്ച് നമുക്ക് കൈയോടൊന്നും മാറ്റി കേട്ടോ, അല്ലെങ്കിൽ ബാറ്ററി ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോകും. ഓക്കെ, ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അല്ലെങ്കിൽ നമുക്ക് മാറ്റേണ്ട പാർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ ബ്രേക്സും ഫ്രണ്ടിലെ ബ്രേക്സും ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിള്, അതുപോലെ എയർ ഫിൽറ്റർ പ്ലഗ്, പിന്നെ ഷോക്കപ്പിൻ്റെ ബുഷ്, പിന്നെ എഞ്ചിൻ ഓയിൽ, ഇതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ട പാർട്സുകൾ. അപ്പോൾ അത് മാറ്റി വരാനുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.